നേരത്തെ മായിഷ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ വിചാരിക്കും സ്ഥാനാർത്ഥിക്കാണ് ഏറ്റവും വലിയ പ്രയാസവും അല്ലെങ്കിൽ സ്ട്രെസ്സും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ കണ്ടത് അതിനേക്കാളും വലിയ പ്രയാസം, ബുദ്ധിമുട്ടും ഉറക്കം ഇല്ലായ്മയും താമസിക്കാനും ഭക്ഷണവും മര്യാദയ്ക്ക് സമയത്ത് കിട്ടാതെയൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. പലപ്പോഴും ഞങ്ങളിങ്ങനെ സ്ഥാനാർത്ഥികൾ ഓടുമ്പോൾ അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴൊക്കെ നിങ്ങളിങ്ങനെ ക്യാമറാമാൻ പിറകിലേക്ക് എന്താണെന്ന് നോക്കാതെ പിറകിലേക്ക് ഇങ്ങനെ പോവുക. പല പ്രാവശ്യം എനിക്കത് കാണുമ്പോഴൊരു ടെൻഷനായിരുന്നു വാസ്തവത്തിൽ. അത് വലിയ ഡീപ്പായിട്ടുള്ള കുത്തനെയുള്ള ചെരിവുകളിലും അതേപോലെ തന്നെ അവിടെയൊക്കെ വളരെ, പക്ഷേ അത് നിങ്ങളൊരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും, ക്യാമറാമാൻമാരുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും ഒന്നും ബുദ്ധിമുട്ടില്ലാതെ രക്ഷപ്പെടും. എനിക്ക് പേടിയായിരുന്നു വാസ്തവത്തിൽ അത് കാണുമ്പോൾ. എന്തായാലും ഈ നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എന്നോട് നിങ്ങൾ പല പ്രാവശ്യം ചോദിച്ചതാണ്. ആ ചോദിച്ച കാര്യത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നോട് നിങ്ങൾ 2-3 കാര്യങ്ങൾ ആദ്യം മുതലേ ചോദിച്ചിരുന്നത്. ഒന്ന്, എത്രയായിരിക്കും ഭൂരിപക്ഷം? ഞാൻ പറഞ്ഞു, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ അസംബ്ലി ഉണ്ടായതിന് ശേഷം, ഈ ഡീലിമിറ്റേഷന് ശേഷം ഒരു ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാവും. എല്ലാ പഞ്ചായത്തുകളും ലീഡ് ചെയ്യും. അതിനൊരു അപവാദമായി വന്നത് 200 വോട്ട് കരുളായി പഞ്ചായത്തിൽ മാത്രം കുറഞ്ഞു പോയത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ റിസൾട്ട് വന്നു എന്നല്ല. UDFൻ്റെ കണക്ക് കൂട്ടലുകളിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല എന്നതാണ്. എന്തായാലും ഈ വിജയം ഇത് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുക. കാരണം കേരളത്തിലെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ അതിനെതിരെയുള്ള ശക്തമായൊരു വിധിയെഴുത്തായി നിലമ്പൂരുകാർ വിധിയെഴുതിയതായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അത് കൃത്യമായി ബോധ്യമായിരുന്നു ആദ്യം മുതലേ. ഒരു കാലത്തുമില്ലാത്ത UDF പ്രവർത്തകരുടെ ആവേശം മാത്രമല്ല, ഒരു കാലത്തുമില്ലാത്ത ഒരാൾക്കൂട്ടം, നിഷ്പക്ഷരായ ആളുകൾ, ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകൾ, അവരൊക്കെ ഞങ്ങളുടെ വേദികളിലും ഞങ്ങളുടെ സദസ്സുകളിലുമൊക്കെ വരുന്നത് കാഴ്ച കാണാമായി. ആ സമയത്ത് തന്നെ കൃത്യമായി ഞങ്ങളത് ഉറപ്പിച്ചു കഴിഞ്ഞതായിരുന്നു ഒരു നല്ല വിജയമുണ്ടാകുമെന്ന്. ആ വിജയമുണ്ടായി എന്നത് തന്നെയാണ് അതിന് നിലമ്പൂരിലെ വോട്ടർമാരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുക. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് UDF ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതാണ്. UDFൻ്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗാണ് ആദ്യം തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അവർ മുന്നൊരുക്കമെന്ന് പറഞ്ഞും ഉള്ളൊരുക്കമെന്ന് പറഞ്ഞും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങൾ അവർ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. മാത്രമല്ല, അതിനുശേഷം UDF ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനങ്ങൾക്ക് UDFൻ്റെ മുഴുവൻ നേതാക്കൾ ഇവിടെ വന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം നടത്തിയത്. മാത്രമല്ല, ഇതിന് ഏറ്റവും അധികം ചുക്കാൻ പിടിച്ചത് KC വേണുഗോപാൽ എന്ന് പറയുന്ന സംഘടനാ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. കേരളത്തിൽ ഇതിന് ചുക്കാൻ പിടിച്ചത് നമുക്കറിയാം, സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് MLAയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതുപോലെ തന്നെ കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങിയവരാണ്. ആദ്യം മുതലേ മലപ്പുറം ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാൻ, വളരെ നേരത്തെ തന്നെ നിലമ്പൂരിനെ നിയന്ത്രിക്കാൻ അതിൻ്റെ ചുമതലയുള്ള AP അനിൽകുമാറും DCC പ്രസിഡന്റ് നൽകി VS ജോയിയും ആണ് അതിൻ്റെ ചുമതലക്കാരായി എല്ലാ നിയന്ത്രണങ്ങളും വളരെ കൃത്യനിഷ്ഠമായി നടത്താൻ സാധിച്ചത്. പിന്നെ യുവനിരയുടെ ഒരു വലിയ സാന്നിധ്യം, പിന്നെ ഷാഫിയെ പോലെ, വിശ്വനാഥിനെ പോലെ, റോജി M ജോണിനെ പോലെ, PK ഫിറോസിനെ പോലെ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള, അതേപോലെ തന്നെ TP അഷ്റഫ് അലി അടക്കമുള്ള ഒരു യുവനിര, എല്ലാ പ്രവർത്തകരും, അതുപോലെ തന്നെ RSPയുടെ ഷിബു ബേബി ജോൺ ആണെങ്കിലും പ്രേമചന്ദ്രനാണെങ്കിലും ദേശീയ ജനതാദളിൻ്റെ നേതാക്കന്മാരാണെങ്കിലും എല്ലാവരുടെയും, അതേപോലെ തന്നെ ഫ്രാൻസിസ് ജോർജ് MP ആണെങ്കിലും ജോസഫ് വിഭാഗത്തിൻ്റെ MLAമാരാണെങ്കിലും അവരുടെയൊക്കെ സഹായം,
മാത്രമല്ല മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ MLA മാർ, അതേപോലെ സംസ്ഥാനത്തെ മുഴുവൻ കോൺഗ്രസിൻ്റെ MLA മാർ, ചാണ്ടിയുമൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ MLA മാർ, MP മാർ, DCC പ്രസിഡന്റുമാർ, മുൻ MP മാർ, KPCCയുടെ ഭാരവാഹികൾ, വിവിധ പോഷക സംഘടനകളുടെ നമ്മുടെ ജബീമേത്ര അടക്കമുള്ള അവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം എല്ലാം കൂടി ചേർത്ത ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വിധിയെഴുത്ത് വന്നിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.